ഇന്ന് നമുക്ക് ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങളായാലോ. ഞങ്ങൾ സൺഡേ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ചെറുമാതിരി റഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയില്ല എന്താണ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് ഗ്ലോബൽ വില്ലേജിൽ എല്ലാ സീസണിലും, ഇപ്പോൾ ഞാൻ ഇത് എൻ്റെ 4ാമത്തെ സീസണാണ് ഞാനിവിടെ വന്നിട്ട്. 4 ടൈംസായി ഇപ്പോൾ ഗ്ലോബൽ വില്ലേജിലോട്ട് വരുന്നു. പക്ഷെ എനിക്ക് എല്ലാ പാവലിയനും കയറി ഇറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ഓരോ കൾച്ചറും അവരുടെ ഓരോ സംഭവങ്ങളൊക്കെ കാണുന്നതും മേടിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഒരു കഴിഞ്ഞ വർഷത്തെ പോലെ എന്നും കണ്ടതുപോലെയുള്ള കാര്യങ്ങളെന്നാണ് എഗെയിൻ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് തോന്നിയത്. അപ്പോൾ അത് കൂടുതൽ നേരമൊന്നും നമ്മൾ അവിടെ നിന്നില്ല. അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉള്ളത് ചൈന പാവലിയനിലാണ്. ചൈനയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അവരുടെ കൾച്ചറിൽ വരുന്ന കോസ്മെറ്റിക്സും ഡ്രസ്സും പിന്നെ ഫുഡ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കാണുന്നത്. കുട്ടികളുടെ ഒക്കെ കളക്ഷൻസ് ഒരുപാടുണ്ട്. നമുക്കറിയാലോ, ഇന്ന് ഏറ്റവും വലിയ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ളവരാണ് ചൈന. അപ്പോൾ അവരുടേതായ കുറേ പ്രോഡക്റ്റ്സൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. ഇത് നമ്മുടെ പലസ്തീനാണ് കേട്ടോ. പലസ്തീനിൽ കാണുമ്പോൾ അധികം കാണാനായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും അവരുടെ കൾച്ചറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആണുള്ളത്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്കിവിടെ വന്നതിൽ ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാവലിയൻ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഇന്ത്യ ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു ഇന്ത്യ കാണാൻ വേണ്ടിയിട്ട്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കാണാവേ, ഇതൊക്കെ നമ്മുടെ പലസ്തീൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് കേട്ടോ. പലസ്തീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്നാണ്, കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പലസ്തീനിലുള്ള സംഭവങ്ങളാണ്. അവരുടെ ഫുഡ്സും സ്പൈസസും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഡ്രസ്സും ബാഗ്സ് മറ്റേ ഹാൻഡ് മെയ്ഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഞാൻ ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ പാവലിയൻ എന്ന് പറയുന്നത്. ഇതാണ്. ഇനി അടുത്ത ഒരു സീൻസിൽ നമുക്കിത് ഫുള്ളായിട്ട് കാണാൻ കഴിയും. ഞാനിത് ഫുള്ളായിട്ട് കാണിക്കാം. ഈ ഒരു പാവലിയനിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ എത്തിയ നമ്മൾ ജയ്പൂർ, രാജസ്ഥാൻ ആ ഒരു കൾച്ചറിലൊക്കെ വരുന്ന ഒരുപാട് മെറ്റീരിയൽസും എന്താ പറയുക ചപ്പൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നോക്കാം, എത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. പിന്നെ പ്രൈസും ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലെ പെർഫ്യൂംസും ഊഡ്സൊക്കെ ആണിത്. ഈ ഒരു മെറ്റീരിയലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇതൊരു 4 മീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള വ്യൂ. ഇതൊന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആൻഡ് ഭയങ്കര ആംബിയൻസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പാവിലിയൻ എനിക്ക് കയറിയതിലൊന്നും ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊരു സൂപ്പർ എന്നായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പാവിലിയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഖത്തറിലോട്ട് എത്തിയിട്ടുണ്ട്. ഖത്തറും എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക കൺട്രിയാണ് ഖത്തർ. അപ്പോൾ ഇതാ ഖത്തറിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. വളരെ ചിലവുകളൊക്കെ കുറഞ്ഞിട്ട് നമ്മൾ ഖത്തറിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എന്താ പറയുക കൺട്രീസ് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ്സ്, അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഖത്തറിലാണ് കേട്ടുള്ളത്. അവരുടെ ഇതിൽ വരുന്ന നൈറ്റീസും അബയാസും പെർഫ്യൂംസൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക, ഫുഡ്സൊക്കെ. അങ്ങനെ നമ്മളിതാ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് എൻ്റെ കാക്കുൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാവിലിയനാണ് ആഫ്രിക്ക. ആഫ്രിക്കയിലോട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് ആഫ്രിക്കൻ്റെ പുറത്തു നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അത് വളരെ നാച്ചുറലായിട്ട് അടുങ്ങിച്ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക സിസ്റ്റമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അതായത് അവരെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും നാച്ചുറലിൽ നിന്നുണ്ടാക്കുന്ന കോസ്മെറ്റിക്സും കാര്യങ്ങളും ഷിയ ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമ്മളങ്ങനെ പിടിച്ച് വലിക്കുകയാണ് ഇതൊക്കെ എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഷിയ ബട്ടർ. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോ ചെയ്യാനും നല്ല ടാനും എന്താ പറയുക ആക്നീസൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഷിയ ബട്ടർ. ഇത് അവർ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു സ്റ്റാറ്റ്യൂസും എല്ലാ കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ വുഡ് കൊണ്ടൊക്കെയാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ നമുക്ക് ഒരുപാട് അത്ഭുതം തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഓരോ കഴിവുകൾ എന്നൊക്കെ പറയുന്നത്. അതെവിടെ കണ്ടാലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക ഇവരെ ക്രീംസൊക്കെ ഷിയ ബട്ടറൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ്. അതിന് ശേഷമുള്ളതും ബിഫോർ ആൻഡ് ആഫ്റ്ററൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് അവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. എന്താ അറിയില്ല, എനിക്ക് ഇന്ത്യ കണ്ടിട്ട് അങ്ങോട്ട് മതിയാവണില്ല. ഇന്ത്യൻ്റെ ഫ്രണ്ടിലോട്ടെന്നാൽ ഞാൻ വീണ്ടും എഗെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ എനിക്കറിയില്ല. ഈ ഒരു സീസണിൽ ഇന്ത്യ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാരും ഇന്ത്യയിലെ പാവിലിയനിലുണ്ട് കേട്ടോ. ഒരുപാട് റൈറ്റും കുറവാണ് അവിടുത്തെ എല്ലാ മറ്റേ ഫാൻസി ആവട്ടെ മെറ്റീരിയൽസ് ആവട്ടെ എന്തും ആവട്ടെ. നെക്സ്റ്റ് ഇതാ നമ്മൾ പോകുന്നത് യു എയിലോട്ടാണ്. നമ്മുടെ സെക്കൻഡ് ഹോമായിട്ടുള്ള യു എയിലോട്ടാണ് പോകുന്നത്. അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നും എനിക്ക് എന്താ പറയുക
വലുതായിട്ട് തോന്നിയില്ല. കാരണം നമ്മളിവിടെ സെറ്റിലായത് കാരണം നമ്മളിവിടെ കാണുന്ന എല്ലാം അവിടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നു ആ ഒരു പവലിയനിൽ. അപ്പോൾ ഇതൊക്കെയാണ് UAE കൾച്ചറിൽ വരുന്ന ബൗൾസ് ആൻഡ് മറ്റ് സെറാമിക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് തുർക്കിയിലോട്ടാട്ടോ. അവിടുത്തെ കൾച്ചറിലൊക്കെ വരുന്ന സ്നാക്സാണ് ഇതൊക്കെ. പിസ്താച്ചോ ആ ഒരു ടൈപ്പിലൊക്കെ വരുന്ന സ്നാക്സും ജെല്ലി ആയിട്ടുള്ള സ്നാക്സും കേക്ക്സൊക്കെയാണ്, പാസ്ട്രീസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പിസ്താച്ചോ ഈ വൈറ്റ് കളറിൽ വരുന്നത് ഒരു ഗ്രീനിഷ് കളറിലൊക്കെ വരുന്നത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ബെറ്റർ ആണെന്നൊന്നുമില്ല, ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പറയാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് സിറിയയിലോട്ടാട്ടോ. സിറിയ, പലസ്തീൻ ആ ഒരു ഇതിലൊക്കെ വരുന്ന സിറിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പലസ്തീനിൽ കണ്ട പോലത്തെ ടീ ആൻഡ് കോഫി ആ ഒരു ഇത് തന്നെയാണ്, ചായ് ആ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെയുള്ളത്, സിറിയയിലുള്ളത്. അപ്പോൾ അവരുടെ ഓരോ ഐറ്റംസാണ് നമ്മളിവിടെ കാണുന്നത്. സിറിയൻ്റെ അറബിക് ഡ്രസ്സസൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയുക എലഗൻ്റ് ആയിട്ടുള്ള ഡ്രസ്സസാട്ടോ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നേരത്തെ നമ്മൾ കാണിച്ച UAE പാവലിയൻ്റെ അടുത്ത് വേറെ നമ്മൾ കയറിയിട്ടുള്ള വേറൊരു സെക്ഷനാണിത്. അവരുടെ പെർഫ്യൂംസും ഡ്രസ്സസൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര പാവലിയൻസാണ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തത് പോലെയുള്ള സെയിം കാര്യങ്ങളെന്നാണ് ഈ വർഷമുള്ളൂ. കൂടുതലായിട്ട് പുതുതായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ഇറങ്ങി കയറി കാണാനൊന്നും നിന്നില്ല. ആകെ ടയേർഡായിരുന്നു നടന്നിട്ട്. കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ വേറെ അജ്മാനിലെ മർസയിലൊക്കെ പോയി കുറേ നടന്നത് കാരണം ആകെ ടയേർഡായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.